ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനോട് വൈജ പറയുന്നുണ്ട് ഞാൻ കുക്കുംബർ ജ്യൂസ് എടുത്തിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ കുക്കുംബർ ജ്യൂസ് എടുത്തിട്ട് വന്നാൽ നിൻ്റെ മുഖത്തേക്ക് ഞാൻ എറിയുന്നൊക്കെ പറഞ്ഞിട്ട് വൈജേനെ ചീത്ത പറഞ്ഞയക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ രേവതിക്കുട്ടി ഗ്രേസിയമ്മോടും മാമച്ചനോടും പറയുന്നുണ്ട് ഷെറിൻ ചേച്ചി പ്രസവിച്ചിരുന്നേ. ഷെറിൻ ചേച്ചി പ്രസവിച്ച കുഞ്ഞ് മധുരയിൽ വെച്ചിട്ടാണ് പ്രസവിച്ചത്. ആ കുഞ്ഞിന് നാണക്കേട് കാരണം അവരെന്തോ കാട്ടിനു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഗ്രേസിയമ്മനും മാമച്ചനാണെങ്കിൽ വല്ലാത്ത വിഷമമുണ്ട്. എന്തായാലും നമുക്ക് വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാം ഷെറിൻ പ്രസവിച്ച കുട്ടി തന്നെ ആയിരിക്കും നമ്മുടെ ചിന്നുമോള്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അലീന മുത്തശ്ശിയോട് വിഷമം പറയുന്നുണ്ട് കൃഷ്ണമോൾ എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു, ഇപ്പോൾ കൃഷ്ണമോൾ എന്നോട് ശത്രുവായിട്ടാണ് കാണുന്നത്, ഇപ്പോൾ മൂന്നാൾ എന്നെ ശത്രുവായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അലീന വല്ലാതെ വിഷമം പറയുന്നുണ്ട് മുത്തശ്ശിയോട്. പിന്നെ അലീന മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശിക്ക് അറിയാം ചില കാര്യങ്ങളൊക്കെ ഇവിടെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നടന്നത് മുത്തശ്ശിക്കും അറിയാം, എനിക്കും അറിയാം ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം, എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്കും അറിയാം. പക്ഷേ ഈ കുട്ടികൾക്ക് ഇതറിയാതെയാണ് അവർ ആട്ടം കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ബാലചന്ദ്രൻ തോക്കൊക്കെ പിടിച്ചിട്ട് കാണിക്കേണ്ടത്. എന്നിട്ട് ബാലചന്ദ്രൻ അളിയനെ വിളിച്ച് പറയുന്നുണ്ട് 3 ദിവസം എല്ലാ കടകളും അടച്ചിട്ട് 3 ദിവസം കടകളൊക്കെ ഒന്നും തുറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അളിയനോട് വല്ലാതെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ വൈജ എന്താ ഈ വീട്ടിൽ സംഭവിക്കണേ, എന്താ അവളേനെ ബാലചന്ദ്രൻ ഇങ്ങനെ വെറുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇരിക്കുകയാണത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.